നമ്മളിന്ന് പോകുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ 4 ക്ഷേത്രങ്ങളിലേക്കാണ്. യാത്ര ക്ഷേത്രത്തിലേക്കായതുകൊണ്ട് തന്നെ രാവിലെ 5 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരത്തെ ഇറങ്ങിയാൽ മാത്രമാണ് എല്ലാ ക്ഷേത്രങ്ങളിലെയും നട അടക്കുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. തലേന്ന് തന്നെ പോകേണ്ട ക്ഷേത്രങ്ങളിലേക്ക് ഒരു റൂട്ട് മാപ്പൊക്കെ തയ്യാറാക്കി വെച്ചു. ആദ്യം ഏത് ക്ഷേത്രത്തിലേക്ക് പോകണം, അത് കഴിഞ്ഞ് എങ്ങോട്ട് പോകണമെന്നെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചു. തലേന്ന് രാത്രിയൊക്കെ നിർത്താതെ പെയ്ത മഴയായതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കൊക്കെ മഴക്കാറ് മൂടിയൊരു അന്തരീക്ഷമാണ്. രാവിലത്തെ യാത്രകൾ കുറച്ചുകൂടി മനോഹരമാക്കുന്നത് ഇതുപോലത്തെ കാഴ്ചകളാണ്. നമ്മൾ ആദ്യം പോകുന്ന അമ്പലം ഏതാണെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിൽ തന്നെ അരയങ്കാവിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന തൃപ്പക്കുടം മഹാദേവ ക്ഷേത്രമാണ്. ഞാൻ രാവിലെ എത്തിയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഒരേ പീഠത്തിൽ തന്നെ ഇരട്ട ശിവലിംഗമുള്ള ക്ഷേത്രമാണിത്. അതുമാത്രമല്ല, ആനയെപ്പോലും കല്ലാക്കി മാറ്റിയെന്ന് പറയപ്പെടുന്നൊരു ക്ഷേത്രം. നല്ല രീതിക്ക് കാലപ്പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത്. ഞാൻ ഇന്ന് തിരഞ്ഞെടുത്ത ക്ഷേത്രങ്ങളെല്ലാം തന്നെ അങ്ങനത്തെ ക്ഷേത്രങ്ങളുമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ആരംഭിക്കുന്നത് ഉഴുത്തുവാൾ ഭട്ടതിരി എന്നൊരു ഭക്തൻ്റെ കഥയിൽ നിന്നാണ്. തൃശ്ശൂരുള്ള വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഒരു വർഷത്തെ ഭജനം പൂർത്തിയാക്കാൻ വേണ്ടി പോയതാണ് ഉഴുത്തുവാൾ ഭട്ടതിരി. അവിടെ വെച്ച് അദ്ദേഹത്തിനൊരു അറിയിപ്പ് കിട്ടി. തൻ്റെ മാതാവിന് തീരെ സുഖമില്ല, അതുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരണമെന്ന്. വടക്കുന്നാഥനെ പിരിയാൻ മടിയായിരുന്ന ഭട്ടതിരി അവിടെ നിന്ന് തൊഴുതു പ്രാർത്ഥിച്ചു. അവിടെ വെച്ച് അദ്ദേഹത്തിനൊരു അരുളപ്പാടുണ്ടായി, മഹാദേവൻ തൻ്റെ കൂടെ വരുമെന്ന്. തിരിച്ച് നാട്ടിലെത്തിയ ഭട്ടതിരി കുളിക്കാനായിട്ടൊരു കുളത്തിലേക്ക് ഇറങ്ങി. തൻ്റെ ഓലക്കുട കുളക്കടവിൽ വെച്ച ശേഷമാണ് കുളത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ കുളി കഴിഞ്ഞ് തിരിച്ചു കയറി വന്നപ്പോൾ തൻ്റെ ഓലക്കുട അവിടെ നനക്കാൻ സാധിച്ചില്ല. ആ കുട ഇരുന്ന സ്ഥലത്താണ് ഇന്ന് കാണുന്ന തൃപ്പക്കുടം മഹാദേവ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭഗവാൻ ഓലക്കുടയിൽ വസിച്ചു എന്ന് പറയപ്പെടുന്നു. പക്ഷെ ഭട്ടതിരിക്ക് തൻ്റെ നാട്ടിലേക്ക് ആ ചൈതന്യം കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടായി. അതുകൊണ്ട് ആനയെ കൊണ്ടുവന്ന് വടം കെട്ടി ആ ഓലക്കുട വലിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് കണ്ട് മഹാദേവൻ കുപിതനായി. ഉടൻ തന്നെ ആന വരണ്ടോടുകയും സമീപത്തുള്ളൊരു കുളത്തിൽ പോയി മറയുകയും ചെയ്തു. കുളത്തിൽ പോയി മറഞ്ഞ ആന ഒരു കല്ലായി മാറിയെന്നാണ് ഇവിടുത്തെ വിശ്വാസം. തൃപ്പക്കുടം മഹാദേവ ക്ഷേത്രത്തിന് സമീപം ഒരു കുളമുണ്ട്. ആ കുളത്തിൽ വെള്ളം വറ്റുമ്പോൾ ആനയുടെ ആകൃതിയിലുള്ള ഒരു കല്ല് നമുക്കിപ്പോഴും കാണാൻ സാധിക്കും. അന്ന് കുളത്തിൽ പോയി മറഞ്ഞ ആനയാണ് അതെന്നാണ് വിശ്വാസം. നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണിത്. അവിടെ നിന്ന് നമ്മളിനി പോകുന്നത് പിറവത്തിനടുത്തായിട്ട് എലഞ്ഞിയിൽ സ്ഥിതി ചെയ്യുന്ന മുത്തലപുരം മുദ്ദേവർ ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ അടുത്ത് അങ്ങോട്ടേക്കുള്ള ദൂരമുണ്ട്. ഈ 2 ക്ഷേത്രങ്ങൾ തമ്മിലാണ് ഇത്രയും ദൂരം വരുന്നത്. ബാക്കി ക്ഷേത്രങ്ങൾ തമ്മിൽ ഇത്രയും ദൂരമില്ല. അങ്ങനെ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തിയപ്പോൾ അവിടെ ഒരു പാലം പണി നടക്കുന്നതുകൊണ്ട് തന്നെ വാഹനം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതുപോലെ അടുത്ത് കണ്ട ഒരു വരമ്പിൽ കൂടി നടന്നു വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. കുറച്ച് നാൾ കൊണ്ട് തന്നെ ഈ പാലത്തിൻ്റെ പണി കഴിയും. അപ്പം നോർമലി നമുക്ക് വരാൻ സാധിക്കും. ഇപ്പം ഇതുപോലത്തെ വരമ്പിലൂടെ കയറിയാണ് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. കൂടുതൽ ആൾക്കാരും അറിയപ്പെടാതെ കിടക്കുന്നൊരു ക്ഷേത്രമാണിത്. ഗൂഗിളിലും യൂട്യൂബിലൊക്കെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് അധികം വീഡിയോസൊന്നും ഈ ക്ഷേത്രത്തിനെ പറ്റി കണ്ടില്ല. ഇവിടുത്തെ പരിസരവാസികളും പിന്നെ ഇതുപോലെ കേട്ടറിഞ്ഞെത്തുന്നവരുമാണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ. അതിരാവിലെ ഈ പാടത്തുകൂടിയുള്ള ഈ ഒരു നടത്തം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ഗ്രാമത്തനിമ നിറഞ്ഞ സ്ഥലം. ഒരു കണക്കിന് പാലം പണിയുന്നത് നന്നായെന്ന് തോന്നി, അല്ലെങ്കിൽ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ മിസ്സായേനെ. അതിരാവിലെ ആയതുകൊണ്ട് തന്നെയാണ് ഈ കാഴ്ചക്ക് കൂടുതൽ ഭംഗി. പച്ച പുതച്ച് നിൽക്കുന്ന വയലും അതുപോലെ സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചയും. മെയിൻ റോഡിൽ നിന്ന് ഒരു 200 മീറ്റർ അകത്തേക്ക് പോയാൽ ആ ക്ഷേത്രത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. കുറച്ചങ്ങ് പോകുമ്പോൾ തന്നെ ക്ഷേത്രത്തിൽ നിന്നുള്ള പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. അങ്ങനെ കുറച്ച് നടന്ന് ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങ് ദൂരെയായിട്ട് കാണുന്നതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൽ അധികം ആരും വരാറില്ലെന്ന് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അധികം ആൾക്കാരുടെ ചെരുപ്പോ വാഹനങ്ങളോ ഒന്നും തന്നെ പുറത്തില്ല. വളരെ സമാധാനം തരുന്നൊരു അന്തരീക്ഷമുള്ളൊരു ക്ഷേത്രമാണിത്. നല്ല കാലപ്പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ഒരു കണക്കിന് കൂടുതൽ ആൾക്കാർ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് ക്ഷേത്രത്തിന് നല്ലതാണ്. ഞാൻ ധാരാളം ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാർ പറയാറുണ്ട് വരുമാനം വളരെ കുറവാണെന്ന്. ഒരു കണക്കിന് ഭക്തജനങ്ങൾ വന്നാലേ ഒരു ക്ഷേത്രത്തിന് വരുമാനമുള്ളൂ. അങ്ങനെ നോക്കുവാണെങ്കിൽ അധികം ആരും വരാത്തൊരു ക്ഷേത്രമാണിത്. 3 മൂർത്തികൾ ഒരേ ശ്രീകോവിലിൽ ഇരിക്കുന്നു എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. വട്ടത്തിലുള്ളൊരു ശ്രീകോവിലുള്ള ക്ഷേത്രമാണിത്. കാലപ്പഴക്കം എടുത്ത് കാണിക്കുന്ന ഓരോ ഭാഗങ്ങളും നമുക്ക് കാണാം. എന്തു തന്നെയാണേലും പുറമേ നിന്ന് കാണാൻ വേണ്ടി നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണിത്. ഇത്തരം ഭംഗിയുള്ള ക്ഷേത്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ കുറവാണ്. ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും ഇപ്പോൾ ആധുനിക രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് കൂടുതൽ വരാനിഷ്ടം ഇതേപോലത്തെ ക്ഷേത്രങ്ങളിലേക്കാണ്. നിങ്ങളത് രാവിലേക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വന്നാൽ നല്ല പോസിറ്റിവിറ്റിയാണ്. എനിക്ക് എവിടെ നിന്ന് അന്വേഷിച്ചിട്ട് ഈ ക്ഷേത്രത്തിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞില്ല. കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ അവിടെ ആരെയും കണ്ടതുമില്ല. അധികം ആളുകൾ വരാത്തതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ജീവനക്കാരും വളരെ കുറവാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും വന്നിരിക്കേണ്ട ഒരു ക്ഷേത്രമാണിത്. കാരണം നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഇതേപോലത്തെ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിലൊക്കെ ഉള്ളൊരു ക്ഷേത്രം നല്ലൊരു വൈബ് തന്നെയാണ്. പ്രാർത്ഥനയേക്കാൾ കൂടുതൽ സമാധാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അങ്ങനെ ഒരു സമാധാനമുള്ള ഒരു അന്തരീക്ഷമുള്ള ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൻ്റെ മുമ്പിലായിട്ട് തന്നെ നമുക്കൊരു ക്ഷേത്രക്കുളവും കാണാം. മുത്തലപുരം മുദ്ദേവർ ക്ഷേത്രമെന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കറക്റ്റായിട്ട് ഈ ലൊക്കേഷനിലെത്തും. നിങ്ങൾ ഇലഞ്ഞി കൂത്താട്ടുകുള റൂട്ടിലൊക്കെ യാത്ര ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൽ വരാൻ വേണ്ടി മറക്കണ്ട.
അങ്ങനെ ഈ ക്ഷേത്രത്തിലും കുറച്ച് സമയം ചിലവഴിച്ചു. നമ്മളിനി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അടുത്ത നമ്മൾ പോകുന്നത് കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ക്ഷേത്രത്തിനെ പറ്റി അറിയാൻ സാധിക്കും. ധാരാളം റീൽസുകളിലൂടെയൊക്കെ നമ്മൾ ഈ ക്ഷേത്രം കണ്ടിട്ടുണ്ട്. ഏകദേശം 1000 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. ഇത്രയും പുരാതനമായതും അതുപോലെ ഇത്രയും ജീർണാവസ്ഥയിലും കിടക്കുന്ന വേറൊരു ക്ഷേത്രം കാണില്ല. ധാരാളം ആൾക്കാർ വരുന്നൊരു ക്ഷേത്രമാണിത്. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. നിലവിൽ 2019 മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. പഴമ എന്താണെന്ന് നമുക്ക് കാണണമെങ്കിൽ ശരിക്കും ക്ഷേത്രത്തിനകത്തേക്ക് കയറണം. ഒത്തിരി ഭാഗങ്ങൾ പൊളിഞ്ഞു വീഴാറായ നിലയിലാണ്. ക്ഷേത്രത്തിൻ്റെ ഈ മോശാവസ്ഥ കണ്ട് ഹൈക്കോടതി വിധി പ്രകാരമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രം ഏറ്റെടുത്തത്. ഈ ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപുരയുടെ മുകളിലായിട്ട് രാമായണം പൂർണ്ണമായിട്ടും ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ശില്പരൂപത്തിലായിരുന്നെങ്കിലും നമുക്കിപ്പോൾ കാലപ്പഴക്കം മൂലം അതൊന്നും വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. ഇവിടെ ധാരാളം ആൾക്കാർ കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റ് ഷൂട്ടിനൊക്കെ ആയിട്ട് വരാറുണ്ട്. അതൊന്നും ഇവിടെ പ്രശ്നമില്ല, മുൻകൂട്ടി അനുമതി എടുത്താൽ മാത്രം മതി. നിങ്ങൾക്കും ഇതുപോലത്തെ വീഡിയോസൊക്കെ എടുക്കണമെന്നാണെങ്കിൽ അവിടെ ഒന്ന് അനുമതി എടുത്താൽ മാത്രം മതിയാവും. ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ എല്ലാവരും ഈ ക്ഷേത്രം കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം ഒത്തിരി വർഷങ്ങളുടെ ഒരു പാരമ്പര്യമുള്ളൊരു ക്ഷേത്രമാണ്. ഇനി നമുക്ക് എത്ര നാൾ ഈ പഴമയോടുകൂടി കാണാൻ കഴിയുമെന്നും അറിയില്ല. ഒന്നെങ്കിൽ കാലക്രമേണ ഈ ക്ഷേത്രം നശിച്ചു പോവാം, അല്ലെങ്കിൽ റിനോവേഷന് വേണ്ടി ഇത് പൊളിച്ചു മാറ്റാം. എന്തു തന്നെയാണെങ്കിലും പൈതൃകമുറങ്ങുന്നൊരു ക്ഷേത്രമാണിത്. 1000 വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രം എന്ന് വെച്ചാൽ അതൊരു ചെറിയ കാര്യമല്ല. ശിവനും പാർവതിയും ഗണപതി സുബ്രഹ്മണ്യ സമേതയായിരിക്കുന്നതുകൊണ്ട് ശിവകുടുംബ ക്ഷേത്രമെന്നും ഇത് അറിയപ്പെടുന്നു. ഞാനിവിടെ എത്തിയത് നല്ല മഴയുള്ളൊരു സമയത്താണ്. മഴയുള്ള സമയത്ത് ഈ ക്ഷേത്രം കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗിയാണ്. നിങ്ങൾ കൂത്താട്ടുകുളം ഭാഗത്തേക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം ഒന്ന് കണ്ടിരിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ക്ഷേത്രം പുതുക്കി പണിയുവാണെങ്കിലും ഇതേ ആകൃതിയിൽ തന്നെ പുതുക്കി പണിയണം. ശരിക്കും നല്ല ഭംഗിയാണ് ഈ ക്ഷേത്രം കാണാൻ വേണ്ടി. അത് ഈ മഴയത്തും കൂടി വന്ന് നിൽക്കുമ്പോൾ നല്ല പോസിറ്റിവിറ്റിയും കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നേരിട്ട് തന്നെ വന്ന് അനുഭവിച്ചറിയണം. ഞാൻ ആലോചിക്കുന്നൊരു കാര്യം, നമ്മൾ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ഈ ഒരു അന്തരീക്ഷം തരുന്നൊരു സമാധാനമുണ്ട്. അതാണ് വലുത്. അങ്ങനെ കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ വേറൊരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. മഴ കൂടിയതുകൊണ്ട് തന്നെ ഓടി വന്നാണ് വണ്ടിയിലേക്ക് കയറിയത്. ഇനി നമ്മൾ പോകാൻ പോകുന്ന ക്ഷേത്രം ഇവിടെ അടുത്ത് തന്നെയാണ്. നിങ്ങൾ ഒരു ദിവസം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ 4 ക്ഷേത്രങ്ങളിൽ നമുക്ക് പോയി വരാൻ സാധിക്കും. ഇനി ഞാൻ പോകുന്ന ക്ഷേത്രം വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സമയം മഴക്കാലത്ത് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. മലപ്പുറത്തും പാലക്കാടും ഒക്കെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ക്ഷേത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതുപോലത്തെ ഒരു ക്ഷേത്രം നമ്മുടെ എറണാകുളം ജില്ലയിലും ഉണ്ട്. പക്ഷേ അധികം ആർക്കും ഇത് അറിയില്ല എന്നുള്ളതാണ് സത്യം. എറണാകുളം ജില്ലയിൽ തന്നെ കിഴകൊമ്പിലാണ് കിഴകൊമ്പ് പിന്മറ്റം ഭഗവതി ക്ഷേത്രം അല്ലെങ്കിൽ കിഴകൊമ്പ് കാവ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് മഴക്കാലമായി കഴിഞ്ഞ ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ. ഈ ക്ഷേത്രത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കും. ഞാനിപ്പോൾ ചെന്ന സമയം മഴക്കാലം തുടങ്ങിയതുകൊണ്ട് തന്നെ മുട്ട് വരെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരവരെ വെള്ളം ഉണ്ടാവുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എത്ര തന്നെ വെള്ളം കൂടിയെന്ന് പറഞ്ഞാൽ ഇവിടെ പൂജ മുടങ്ങാതെ നടക്കും. പിന്നെ വരുന്ന ഭക്തജനങ്ങൾ കൂടുതലും പുറത്തുനിന്ന് മാത്രമേ തൊഴുവുള്ളെന്ന് മാത്രം. നിങ്ങൾ ഇതുപോലത്തെ അമ്പലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ ഇവിടെ വന്നിരിക്കണം. പ്രാർത്ഥിക്കാൻ വരുന്നതിന് പുറമെ നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു തോടുണ്ട്. ആ തോട് നിറഞ്ഞാലാണ് ഈ വെള്ളം ഇങ്ങനെ അകത്തേക്ക് കയറുന്നത്. കുറച്ച് നാളുകൂടി കഴിഞ്ഞ് വരുവാണെങ്കിൽ തോടും അമ്പലവും ഒരേ ലെവലിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം തന്നെ നല്ല രീതിക്ക് വെള്ളമുണ്ട് ഇവിടെ. കിഴകൊമ്പ് കാവെന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കറക്റ്റായിട്ട് ലൊക്കേഷനിലെത്തും. എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്തിനടുത്തായിട്ടാണ് ഈ ക്ഷേത്രം. ഞാനിവിടേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടൊരു കാഴ്ച തന്നെയാണ് എനിക്കിവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വീഡിയോസ് ഞാൻ അധികം കണ്ടിട്ടില്ല. എവിടെന്നോ പണ്ട് കണ്ടൊരു ഓർമ്മയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. അധികം ആർക്കും ഈ ക്ഷേത്രത്തിനെ പറ്റി അറിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ധാരാളം പേർക്ക് അറിയാവുന്നതും ഒത്തിരി പേർക്ക് ഇപ്പോഴും അറിയാത്തതുമായ 4 ക്ഷേത്രങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചത്. ഒരു പകുതി ദിവസം മാറ്റിവെച്ചാൽ ഈ 4 ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് പോയി വരാൻ സാധിക്കും. എല്ലാ ക്ഷേത്രങ്ങളിലെയും ഗൂഗിൾ മാപ്പ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. പോകാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിലൊന്ന് പോവുക. അപ്പോൾ ഇത്രയുള്ള ഒരു ചെറിയ വീഡിയോ. അധികം ആർക്കും അറിയപ്പെടാതെ കിടക്കുന്ന കുറച്ച് ക്ഷേത്രങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചത്. മഴക്കാലം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വേറെ കുറേ ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങളും യാത്രാ വീഡിയോസുമായിട്ട് കാണാം.